അവിടെ പി സി ജോർജിനെ ഇപ്പോൾ ജയിലിലോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ 14 ദിവസം റിമാൻഡിലേക്ക് വിട്ടിരുന്നു പി സി ജോർജിനെ. കോടതിയിൽ ഹാജരാക്കണം എന്നാണ് നമുക്ക്. എങ്കിലും ടോബിയോട് വല്ലതും ചോദിക്കാം. പക്ഷേ കോടതിയിൽ ഹാജരാക്കണം, അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഇനി ജയിലിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഒരു വൈദ്യപരിശോധനയോടൊക്കെ ആവശ്യമായി വരുമോ എന്ന കാര്യമൊക്കെ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. അതെങ്ങനെയാണെന്ന് എന്തായാലും പി സി ജോർജിനെ 6 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടത്. 6 മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ 6 മണിക്കൂർ എന്തായാലും ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുമ്പോൾ വലിയ ആ ജയിലിലേക്കാണ് ഇപ്പോൾ പി സി ജോർജിനെ കൊണ്ട് ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ റിമാൻഡിൽ വിട്ട പശ്ചാത്തലത്തിൽ 14 ദിവസത്തെ ടോബി ജോൺസൺ ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് ജയിലിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ടോബി പറഞ്ഞോളൂ. പാലാ സബ് ജയിൽ, ടോബി പറ. സബ് ജയിലിലേക്കാണ് ഇപ്പോൾ പി സിയുമായിട്ടുള്ള പോലീസ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതിന് തൊട്ട് മുന്നിലുണ്ട്. എന്തായാലും പാലാ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഈരാറ്റുപേട്ട കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഈരാറ്റുപേട്ട കോടതിയിലേക്കല്ല, പാലായിലേക്ക് തന്നെയാണ് ഈ വാഹനം തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും പാലാ റൂട്ടിൽ തന്നെയാണ് പോലീസ് വാഹനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ജീപ്പിൽ നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ജീപ്പിൽ ഇപ്പോൾ പി സി ജോർജ് ഉണ്ട്. അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. വൈദ്യപരിശോധന ഈരാറ്റുപേട്ട ആശുപത്രിയിൽ വെച്ച് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വൈദ്യപരിശോധന ഉണ്ടാകുമോ എന്നറിയില്ല. സബ് ജയിൽ കയറ്റുന്നതിന് മുമ്പ് ഒരു വൈദ്യപരിശോധന ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പാലായിലെ താലൂക്ക് ആശുപത്രിയിൽ ഈ വൈദ്യപരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ജയിലിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. വളരെ സുപ്രധാനമായൊരു വിധി. കസ്റ്റഡി അപേക്ഷ ആവശ്യമില്ല, റിമാൻഡ് ആവശ്യമില്ല. കാര്യം ഇതൊരു പ്രസ്താവനയാണ്. അത്തരത്തിലുള്ള പ്രൊസീജിയർ വേണ്ട എന്നുള്ളതായിരുന്നു പി സി ജോർജിന്റെ അഭിഭാഷകന്റെ വാദം. അതിനോട് ചേർന്ന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കിടന്നുറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പി സി ജോർജിന്റെ ക്യാമ്പ് റിമാൻഡ് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ ടോബി? പി സി ജോർജിനെയും കൊണ്ട് ആ വാഹനം ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈരാറ്റുപേട്ട കോടതിയിൽ ഒരിക്കൽ കൂടി ഹാജരാക്കിയേക്കും എന്ന സൂചന ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ജയിലിലേക്ക് പോകുന്നു. ഒരു വൈദ്യപരിശോധന ഉണ്ടാവേണ്ടതാണ് സാധാരണഗതിയിൽ. അതിന് പക്ഷേ അവിടെ ഈരാറ്റുപേട്ടയിൽ എത്തിയതിനു ശേഷമായിരിക്കും ആ വൈദ്യപരിശോധന ഉണ്ടാവുക. എന്തായാലും 14 ദിവസത്തെ റിമാൻഡാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരുപക്ഷെ നാളെ മറ്റന്നാളോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്കൊക്കെ ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ ഇനി പോകാവുന്നതാണ്. അതിനിടയിൽ ജാമ്യം കിട്ടിയാൽ പുറത്തേക്കാണെങ്കിൽ കൂടിയും ഈ രാത്രി SKN പി സി ജോർജ് ജയിലിലാണ്. ഓക്കെ, എന്തായാലും 14 ദിവസത്തേക്ക് പ്രതീക്ഷിച്ചതല്ല. അത് പി സി പ്രതീക്ഷിച്ചല്ല. കാരണം ഒരുപക്ഷെ പി സിയെ പോലെ പ്രഗത്ഭനായ ഒരു പൊതുപ്രവർത്തകൻ അല്ലേ, ചിലപ്പം അദ്ദേഹം ടെലിവിഷൻ ചാനലിലിരുന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടാലും അദ്ദേഹത്തിന്റെ ആനുകൂല്യം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കിട്ടിയേക്കുമെന്നൊരു സൂചന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ അതുണ്ടായിരുന്നു, ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഉത്തരവാണ്. അപ്പൊ ആ ഉത്തരവിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.